പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ശ്രമിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ചെയ്യുന്നത് എന്തായിരിക്കും? ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് അത് 1000 സബ്സ്ക്രൈബർ എത്രയും പെട്ടെന്ന് തയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഒരാൾ ഇതിന് വിപരീതമായിട്ട് ചെയ്തിട്ട് 2000 സബ്സ്ക്രൈബർ തയ്ക്കുകയും ഈ 2000 സബ്സ്ക്രൈബർ തയ്ച്ചപ്പം തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുകയും ചെയ്തു. ആ ആളിനെ ഞാൻ പരിചയപ്പെടുത്താം, ആ ചാനൽ ഞാൻ പരിചയപ്പെടുത്താം. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇതേ രീതിയിലായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത്. 1000 സബ്സ്ക്രൈബർ തയ്ക്കാൻ വേണ്ടി ആദ്യമേ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ആൾ ചെയ്തത് നേരെ വിപരീതമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഈ ആൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ലോങ് വീഡിയോ ആദ്യമേ അങ്ങ് ചെയ്യുകയായത്. 5 ലോങ് വീഡിയോ ചെയ്തതിനോടൊപ്പം തന്നെ അതിൽ ഏത് വീഡിയോയ്ക്കാണ് കൂടുതലായിട്ട് ആളുകൾ കാഴ്ചക്കാർ വന്നത്, അതായത് അതിൽ ഏത് വീഡിയോയ്ക്കാണ് വ്യൂസ് കൂടുതലായിട്ട് വന്നത്, അതാണ് ആദ്യമേ നോക്കിയത്. അത് നോക്കിയതിന് ശേഷം അതിനനുസരിച്ചുള്ള വീഡിയോ പിന്നെ കൂടുതലായിട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു 10-15 വീഡിയോ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ 1-2 വീഡിയോ 5000-ന് മുകളിലായിട്ട് വ്യൂസ് വരികയും അപ്പോൾ അതിനനുസരിച്ച് പിന്നെ മുന്നോട്ട് ഷോർട്ട് വീഡിയോ കൂടെ ചെയ്തപ്പോഴാണ് ഈ 2000 സബ്സ്ക്രൈബർ തയ്ച്ച ആ സമയത്തിനുള്ളിൽ തന്നെ വാച്ച് അവറും കംപ്ലീറ്റ് ആയത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോങ് വീഡിയോ ചെയ്യാതെ ഷോർട്ട് വീഡിയോ മാത്രം ചെയ്ത് മുന്നോട്ട് പോയിരുന്നാൽ സബ്സ്ക്രൈബർ മാത്രം കൂടും. പിന്നെ അത് കഴിഞ്ഞിട്ട് വാച്ച് അവറിന് വേണ്ടി പിന്നെ കിടന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ അതല്ലാതെ വിപരീതമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, വിപരീതമായിട്ട് എല്ലാവരും ചെയ്യുന്നതിന് വിപരീതമായിട്ട് ചെയ്താണ് ഇത് സക്സസ് ആയതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് ഞാൻ ആ ചാനൽ പരിചയപ്പെടുത്താം, ആളിനെ പരിചയപ്പെടുത്താം. ചാനൽ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പോയിട്ട് ആ ചാനലിൽ പോയി നോക്കണം അത് ഏത് രീതിയിലാണ്, ഈ പറഞ്ഞ രീതിയിലാണോ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പറഞ്ഞിട്ടുള്ള ഇതേ രീതി തന്നെയാണെന്ന്. അതായത് ഏത് വീഡിയോയ്ക്കാണ് കൂടുതലായിട്ട് വ്യൂസ് വന്നത് അതേ രീതിയിലുള്ള വീഡിയോകളാണ് വീണ്ടും 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 ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയാണ് കൂടുതലായിട്ട് വ്യൂസ് വന്നതും കൂടുതലായിട്ട് വാച്ച് അവർ കയറുകയും അതുപോലെ തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഈ 1000 സബ്സ്ക്രൈബർ തയ്ക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് ഓടാതെ നമ്മൾ ലോങ് വീഡിയോ നല്ല പോലെ തന്നെ ലോങ് വീഡിയോ ചെയ്യുന്നതോടൊപ്പം തന്നെ ഷോർട്ട് വീഡിയോയും ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് കുറഞ്ഞ സബ്സ്ക്രൈബർ ആണെങ്കിൽ തന്നെയും ആ വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം. അതായത് നമ്മൾ എപ്പോഴും നമ്മളൊരു ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 ലോങ് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിലേത് വീഡിയോയ്ക്കാണ് കൂടുതലായിട്ട് വ്യൂസ് വരുന്നത് എന്നുള്ളത്. നമുക്ക് വൈറ്റി സ്റ്റുഡിയോ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വീഡിയോയ്ക്ക് കൂടുതലായിട്ട് വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതേ തരത്തിലുള്ള വീഡിയോ വീണ്ടും വീണ്ടും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൂടുതലായിട്ട് വ്യൂസ് വരികയും അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ കൂടുതലായിട്ട് കൂടുകയും ചെയ്യും. അപ്പം അങ്ങനെ മുന്നോട്ട് നമുക്ക് നല്ലൊരു ചാനൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇത് കണക്ക് 10, 5000, 10000 സബ്സ്ക്രൈബറൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തവരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ്, ഈ ഒരു സ്റ്റോറി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് 10, 5000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അതിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് വീഡിയോ അതായത് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ചാനൽ, നിങ്ങളുടെ ചാനൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏത് വീഡിയോയ്ക്കാണ് കൂടുതലായിട്ട്, ഏത് തരം വീഡിയോ കണ്ടാണ് ആളുകൾ കൂടുതലായിട്ട് സബ്സ്ക്രൈബർ കൂടിയിട്ടുള്ളത്, ഏതിലാണ് വ്യൂസ് കൂടുതൽ, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേ തരത്തിലുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ കൂടുതലും ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം, ലൈവ് ഇടുന്ന ചാനലിൽ പോയിട്ട് അങ്ങനെ അവിടുന്ന് സബ്സ്ക്രൈബറെ കൂടുതലായിട്ട് കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ സബ്സ്ക്രൈബർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരൊക്കെ നിങ്ങളുടെ വീഡിയോ കാണണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നുമല്ല നിങ്ങളുടെ ചാനലിൽ വരുന്നത്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വന്നാൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വാച്ച് അവർ ഉണ്ടാകത്തുള്ളൂ. അതായത് നിങ്ങളുടെ ആ ചാനലിൽ നല്ലവണ്ണം വാച്ച് അവർ കയറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം ജെന്യൂനായിട്ടുള്ള, അതായത് നിങ്ങളുടെ ചാനൽ ഒന്നുകിൽ നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു വരണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടു വരണം, അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു വരണം. ഇതിലേതെങ്കിലും തരത്തിൽ വരുന്ന രീതിയിലുള്ള ആളുകളാണെങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് വാച്ച് അവർ കൂടുതലായിട്ട് കൂട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ.
നിങ്ങൾ ഏതൊരു ലൈവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ലൈവിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആരും തന്നെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് കാരണം ഇതാണ്, നിങ്ങളുടെ അങ്ങോട്ട് സബ്സ്ക്രൈബർ ആവശ്യം അവർക്കുള്ളത് കാരണം അവർ ഇങ്ങോട്ട് വന്ന് സബ് ചെയ്തിട്ട് അങ്ങോട്ട് നിങ്ങൾ സബ് ചെയ്തിട്ടുള്ളതാണ്. അത് കാരണം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരും രണ്ടുപേരും വീഡിയോ കാണത്തില്ല. വീഡിയോ കാണാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വാച്ച് അവർ കയറത്തില്ല. വാച്ച് അവർ കയറാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോയിട്ട് സബ് കൂട്ടിക്കൊണ്ട് പോകും. പക്ഷേ വാച്ച് അവർ കയറാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടത്തില്ല. അങ്ങനെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ജെന്യൂൻ ആയിട്ട് നിങ്ങൾ നല്ല ലോങ് വീഡിയോ ചെയ്താൽ മതി. നല്ല ലോങ് വീഡിയോ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ വരികയും അതിലൂടെ നിങ്ങൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ജെമിനി ഉണ്ട്. ഗൂഗിൾ ജെമിനിയോട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചാറ്റ് GPT, ഈ ചാറ്റ് GPTയോടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പല കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതികളൊക്കെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. ഇതിനെയൊക്കെ ആശ്രയിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല വീഡിയോസ് ചെയ്യാനും അതിലൂടെ കൂടുതലായിട്ട് വ്യൂസ് വരികയും അതിലൂടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബർ കൂട്ടാനും എല്ലാം സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ കൂടുതലായിട്ട് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ തന്നെയും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആവാത്ത ചാനലുകൾ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഞാൻ ഈ പറയുന്ന ചാനൽ നിങ്ങളൊന്ന് പോയി കണ്ടാൽ മതി. ഈ ചാനൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏത് രീതിയിലാണ് ആ ചാനൽ സ്റ്റാർട്ടിങ് തൊട്ട് വന്നത്, വന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതേ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഏത് രീതിയിലാണ്, അപ്പോൾ കുറേ വീഡിയോകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ ഓൾഡ് അല്ലെങ്കിൽ പോപ്പുലർ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ചാനൽ അപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ചാനൽ ഞാൻ ആദ്യമേ തന്നെ പറയാം, എൻ്റെ ചാനലാണ്, ഞാനാണ് ആ ആള്. അപ്പോൾ ഞാൻ ആദ്യമേ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതേ രീതിയിലുള്ള ഞാൻ മുന്നോട്ട് വന്ന കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞത്. ഞാൻ 10-15 ലോങ് വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഷോർട്ട് വീഡിയോ ചെയ്യാനേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങളൊന്ന് ഓർക്കണം. അപ്പം എനിക്ക് ആദ്യമേ തന്നെ വാച്ച് അവർ ആണ് കംപ്ലീറ്റ് ആവാൻ തുടങ്ങിയത്. സബ്സ്ക്രൈബർ കൂടുന്നതിനെക്കാട്ടിലും എനിക്ക് വാച്ച് അവർ ആണ് കൂടുതലും മുന്നോട്ട് നല്ല രീതിയിൽ കൂടാൻ തുടങ്ങിയത്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.